നമസ്കാരം. ചോദ്യത്തിന് കോഴ ആരോപണ കേസിൽ തൃണമൂൽ കോൺഗ്രസ് മുൻ MP മഹുവ മൊയ്ത്രയുടെ വസതിയിൽ CBI റെയ്ഡ്. ബംഗാളിലെ അവരുടെ വസതിയിലാണ് CBI പരിശോധന നടത്തിയത്. പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് ഹീരാനന്ദാനി ഗ്രൂപ്പിൽ നിന്ന് കോടികൾ കൈപ്പറ്റി എന്നാണ് മഹുവ മൊയ്ത്രയ്ക്കെതിരെയുള്ള ആരോപണം. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ MPയുമായ മഹുവ മൊയ്ത്രയ്ക്കെതിരെ CBI കഴിഞ്ഞ ദിവസവും കേസെടുത്തിരുന്നു. ചോദ്യത്തിന് കോഴ എന്ന ആരോപണവുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. നേരത്തെ ഈ ആരോപണത്തിൽ പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് പിന്നാലെ മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഡൽഹിയിൽ ആം ആദ്മി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു മഹുവ മൊയ്ത്രയ്ക്കെതിരെ കേസെടുത്തത്. കേസെടുത്ത ദിവസങ്ങൾക്കകമാണ് ഇപ്പോൾ ഇവരുടെ വീട്ടിൽ CBI റെയ്ഡ് നടത്തിയിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിനെ അപകീർത്തിപ്പെടുത്താനായി വ്യവസായി ദർശൻ ഹീരാനന്ദാനിയുമായി ചേർന്ന് പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്നാണ് മഹുവയുടെ മുൻ സുഹൃത്ത് ആനന്ദ് ദെഹ്റായ്, BJP MP നിഷികാന്ത് ദുബെ എന്നിവർ പരാതി ഉന്നയിച്ചത്. ഇതിലായിരുന്നു പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിയുടെ പരിശോധന. ലോക്സഭാംഗത്വം നഷ്ടമായതിന് പിന്നാലെ മഹുവയ്ക്ക് ഡൽഹിയിലെ ഔദ്യോഗിക വസതി ഒഴിയേണ്ടിയും വന്നിരുന്നു. ദർശൻ ഹീരാനന്ദാനിക്ക് ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യാനായി പാർലമെന്റ് അക്കൗണ്ടിന്റെ ലോഗിൻ IDയും പാസ്വേഡും കൈമാറിയെന്ന് നേരത്തെ മഹുവ മൊയ്ത്ര സമ്മതിച്ചിരുന്നു. വിദേശത്തുള്ള ബിസിനസ് ഗ്രൂപ്പിന് പാർലമെന്റ് ലോഗിൻ വിവരങ്ങൾ കൈമാറിയ ഗുരുതര കുറ്റമാണ് മഹുവയ്ക്ക് തിരിച്ചടിയായത്. 2019 ജൂലൈയും ഏപ്രിലും ഇടയിൽ 47 തവണയാണ് മഹുവ മൊയ്ത്രയുടെ പാർലമെന്റ് ലോഗിൻ അക്കൗണ്ട് UAEയിൽ വെച്ച് ഹീരാനന്ദാനി ഗ്രൂപ്പ് ഉപയോഗിച്ചത്. ജമ്മു കാശ്മീരിൽ പുനഃസംഘടനാ ബിൽ, മുത്തലാഖ് ബില്ലടക്കം 20 ബില്ലുകളുടെ ഡിജിറ്റൽ പകർപ്പുകൾ മുൻകൂറായി പരിശോധിക്കാൻ ഈ സമയത്ത് പാർലമെന്റിലെ MPമാർക്ക് അനുവാദം നൽകിയിരുന്നു. പാർലമെന്റ് അക്കൗണ്ട് ഉപയോഗിച്ച ഹീരാനന്ദാനി ഗ്രൂപ്പ് സ്വാഭാവികമായും ഉള്ളടക്കം കണ്ടിരിക്കാമെന്ന് എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. വിവരങ്ങൾ ചോർന്നു കിട്ടുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്ക് പാർലമെന്റ് ആക്രമണം പോലും നടത്താമായിരുന്ന സാഹചര്യമാണ് മഹുവ മൊയ്ത്ര സൃഷ്ടിച്ചതെന്ന് എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു. പാർലമെന്റിൽ മഹുവ ചോദിച്ച 61 ചോദ്യങ്ങളിൽ 50 ഹീരാനന്ദാനി ഗ്രൂപ്പിന് വേണ്ടിയായിരുന്നുവെന്നും എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തിയിരുന്നു.